وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولمن خاف مقام ربه جنتان. صدق الله العظيم. ബഹുമാനികളെ, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന എല്ലാ കാര്യവും അല്ലാഹുവിന്റെ നിന്നുള്ള വഹീ കൊണ്ടിട്ടല്ലാണ്ട് പറയുന്നതെല്ലാം വമാ യൻതിഖു അനിൽ ഹവാ, സ്വന്തം അഭിപ്രായത്തിൽ തങ്ങൾ ഒന്നും പറയുന്നില്ല. എല്ലാം അല്ലാഹുവിന്റെ നിന്നുള്ള വഹീ കൊണ്ട് തന്നെയാണ്. അപ്പൊ യൂസുഫിലേക്ക് ചെറിയ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് പോകുന്ന അവസരത്തിൽ അവിടെ ഈത്തപ്പഴത്തിലേക്കുള്ള മരങ്ങൾ ഇങ്ങനെ തമ്മല് വെച്ച് കെട്ടിയുണ്ടായിരുന്നല്ലോ. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞത് വേണ്ട, ഇനി അങ്ങനെ കെട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ അവർ അതിനെ അഴിച്ചു വിട്ടു. പിറ്റേ കൊല്ലം ഈത്തപ്പഴം ഉണ്ടായിട്ടില്ല. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ് തെറ്റിപ്പോയില്ല എന്ന് ചോദ്യം അല്ലേ? അപ്പോ ആ ചോദ്യം അങ്ങനെ ഈത്തപ്പഴം ഇല്ലാണ്ടാകുമ്പോൾ അല്ലാഹു റസൂൽ എന്ന് ചോദിച്ച് തങ്ങളോട് ഒന്ന് ചോദിച്ച്, നബിയെ തങ്ങളിങ്ങനെ കെട്ടണ്ടെന്ന് പറഞ്ഞിട്ട് ഈത്തപ്പഴം പറയുന്നു ഇല്ലല്ലോ. അപ്പൊ റസൂൽ പറഞ്ഞു, ഇതാമർത്തും വിഷയിപ്പില്ല, നിങ്ങൾക്കുള്ള ദുനിയാവിയായ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ പ്രശ്നം നിങ്ങളെ മനുഷ്യനാണ്. ദീനിനെ പറ്റി പറഞ്ഞെങ്കിൽ അത് സാധാരണ അള്ളാഹുവിന്റെ അപ്പൊ റസൂലുള്ളാഹി പറയുന്ന എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഖത്തുള്ള വഹീ കൊണ്ട് തന്നെയാണ് പറയുന്നത്, അല്ലാതെ പറയുന്നില്ല. മദീനത്ത് അല്ലാഹുവിന്റെ റസൂൽ ഇരുന്നുകൊണ്ട് പറയുന്നത്, മാ ബൈന ഖബരി വ മിൻബരി റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന, എന്റെ ഖബറിന്റെയും എന്റെ മിൻബർ ഞാൻ ഖുതുബയിൽ ഉണ്ടായിരുന്ന ആ മിൻബറിന്റെ ഇടയിലുള്ള ഒരു സ്ഥലം അത് സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു തോപ്പാണ് എന്ന് റസൂൽ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാം കൂടി ഏതെല്ലാം നിലക്ക് 1-2 കാലത്ത് നിസ്കരിച്ചാൽ പറ്റില്ല. ഭയങ്കര തിരക്ക്. ഒരു കാലം വെച്ച് മറ്റേ കാലം വെച്ചിട്ട് പിന്നെ കാലം വെക്കാൻ സ്ഥലമില്ലാണ്. അത്തരം തിരക്ക്. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് എന്തെന്ന്, മാ ബൈന ഖബരി വ മിൻബരി റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന, അതുകൊണ്ട് അത് അങ്ങനെ പോയേ തീർന്നു, അവിടെ നിസ്കരിച്ചേ തീർന്നു പറഞ്ഞത്. ഭയങ്കര തിരക്ക് ഇല്ല. ഇത് എല്ലാവർക്കും അനുഭവം. കാരണം അല്ലാഹുവിന്റെ റസൂലിന് ഒരു വാക്കിനിക്കുമ്പോൾ അതേ റസൂല് പറയുന്നത് മജ്ലിസുൽ ഇൽമി റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന, ഇൽമിനിക്കുള്ള മജ്ലിസ്, ഇങ്ങനെ പള്ളിയിൽ വഅദ് പറഞ്ഞിരിക്കുന്ന ആ മജ്ലിസ് റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന, അത് സ്വർഗ്ഗത്തിലേക്കുള്ള തോപ്പിൽ ഒരു തോപ്പാണ്. എന്ത് നമ്മുടെ ഉപരിക്കുമ്പോൾ ഭയങ്കര മടി. അത് റസൂൽ പറഞ്ഞതല്ലേ, റസൂൽ പറഞ്ഞത് തന്നെയാണ്. ഇതും റസൂൽ പറഞ്ഞു. അതിലേക്ക് ഭയങ്കര സ്ഥാനം കൊടുക്കുന്നു, ഇതിലേക്ക് സ്ഥാനം കൊടുക്കുന്നില്ല. കാരണം ഒന്നുമില്ല. ഒരു സഹാബി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്കൊരു രോഗം കുറെ കൊല്ലായി, ആ രോഗം മാറുന്നില്ല. അതെന്താണ്? ഫൈൽസ്, പറയുന്നു. ആ രോഗം ശിഫയാൻ വേണ്ടി തങ്ങളോട് ദുആക്കണം. അപ്പൊ രോഗത്തിലേക്ക് ശിഫ ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ ദുആ രോഗം ശിഫയാണ്. പിറ്റേ ദിവസം മടങ്ങി വന്ന നബിയെ, എനിക്ക് ആ രോഗം മടങ്ങി കിട്ടാൻ വേണ്ടി തങ്ങൾ ദുആ ചെയ്യണം. ഒരാളുടെ സൂക്കട് മാറി എന്താ മടങ്ങി കിട്ടാൻ വേണ്ടി ദുആ പറയുന്നത്. എന്ത് ഇമ്രാൻ ഇബ്നു ഹുസൈൻ ഈ പറയുന്നത്, രോഗശിഫിയായി നിങ്ങൾക്ക് രണ്ടാമത് രോഗം മടങ്ങി കിട്ടാൻ വേണ്ടി പറയുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന, നബിയെ, എനിക്ക് ആ രോഗമുണ്ടായ അവസരത്തിൽ ഞാൻ സുബഹിസ്കരിക്കാൻ വേണ്ടി 3 മണി രാത്രി എണീക്കും. എന്നിട്ട് ബാത്റൂമിൽ പോയി രക്തത്തിന്റെ കഴുകി ക്ലീനാക്കി വലിച്ചു കെട്ടി കെട്ടി രണ്ടാമത് കൂടത്തിൽ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കടക്കുമ്പോൾ എനിക്കൊരു സലാം കേട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും. അസ്സലാമു അലൈക യാ ഇമ്രാൻ ഇബ്നു ഹുസൈൻ, ഒരു സലാം. ഈ രോഗശിഫയായി നോക്കുമ്പോൾ ആ സലാമില്ല, ആ സലാം കേൾക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, രോഗം ശിഫയാണ്, സലാം കിട്ടണം. പറ്റില്ല, രണ്ടും ഒന്നാണ്. ഏത്? എനിക്ക് ആ സലാം കിട്ടിയാൽ മതി. ഇത് ആരെ സലാമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശം കൊണ്ട് പഠിച്ച മലക്കുകൾക്കുള്ള സലാമാണ്. ഒരു കുറ്റം
രക്ഷ നിന്റെ മേലുണ്ടായിരിക്കട്ടെ. ഒരു ഉസ്താദ് ദ്വാരക്ക് നല്ലത്. ഉസ്താദിനോട് ദ്വാരക്ക് ഉസ്താദ് പറയുമ്പോൾ പഠിച്ച സ്ഥലം അതല്ല, ഉസ്താദിന്റെ ഉള്ളിൽ എങ്ങനെയുണ്ട് നമുക്കറിയാം. അപ്പൊ അങ്ങനത്തെ ഒരു മലക്ക് തന്നെ ദ്വാരക്കെന്ന് ഇമ്രാൻ ഹുസൈൻ പറയുന്നത് എനിക്ക് ആ ദ്വാ മതി, ലോകം ഉണ്ടാകുന്ന. അങ്ങനെ ആ ബഹുമാനപ്പെട്ട ഇമ്രാൻ ഹുസൈൻ എന്ന് പറയുന്ന ആ സഹാബി ഈ രോഗം കൂടുതലായി കിടന്നു. എന്നിട്ടോ ആ കിടക്കുമ്പോൾ കട്ടിലിന്റെ ഒരു ദ്വാരുണ്ടാക്കി അതിന്റെ അടിയിൽ ഒരു പാത്രം വെച്ച് ചന്തിനവിടെ വെച്ച് കിടക്കും. രക്തം ഇതിലേക്ക് ഊറ്റിക്കൊണ്ടുണ്ടാവും. ഇത് പറയുമ്പോൾ സംശയം വരുന്നതാണ്. പള്ളിയിൽ ഇരിക്കാൻ വേണ്ടി പോയാൽ ഇങ്ങനെ രക്തപോക്കുണ്ടായി നമുക്കായ ഒരു പാത്രം വെച്ചുകൊണ്ടായിരുന്ന ഹദീസാണ്. പെണ്ണുങ്ങൾ പള്ളിക്ക് പോകാതെ കൊണ്ട് കിട്ടി വേണ്ട ഹറാമെന്ന് പറയണം. അങ്ങനെ ബഹുമാനപ്പെട്ട വെച്ചിട്ടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹസീൻ ഇങ്ങനെ പാത്രം വെച്ച് ഇരുന്നു കിടന്നുണ്ടായിരുന്നു. അപ്പൊ അനുജന്റെ മകന് പോയിട്ട് പറഞ്ഞ എല്ലാം മുതാബ, നിങ്ങൾ ഈ രോഗം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി വേറൊന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എനിക്ക് ഈ രോഗം മാറിക്കിട്ടൊരു ഉദ്ദേശമില്ല. 30 കൊല്ലം ഈ കിടന്നതിലായിട്ടാണ്. ഈ രോഗം ശിഫിയായാൽ എനിക്ക് വലിയ ഒരു നഷ്ടമുണ്ട്. അതെന്താണ്? ആദരവാക്കപ്പെട്ട മലായിക്കത്തിലേക്കുള്ള സലാം എനിക്ക് കിട്ടുന്നത് ഇല്ലാണ്ടായി പോകുന്നത്. അതുകൊണ്ട് ഈ രോഗത്തിൽ ഞാൻ കാണും. മനസ്സിലാക്കണം. ആദ്യം ഞാൻ പറഞ്ഞത് മാബൈന ഖബരി വ മിംബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞാൽ അതേ റസൂലുള്ളാഹി ഇൽമിനിക്കുള്ള മജ്ലിസിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു മജിതമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹി വ യതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത് അലൈഹിം റഹ്മ വ ഹഫദഹുൽ മലായിക. ഇത് ഹദീസാണ്, സഹിഹായ ഹദീസ്. എന്താണ് ഇതിന്റെ മാന? മജിതമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്, അല്ലാഹുവിനുള്ള പള്ളികളിൽ, അല്ലാഹുവിന്റെ വീട് നിറഞ്ഞ പള്ളികളിൽ ഒരു കൂട്ടം ആൾക്കാർ ഇരുന്നിട്ടുണ്ട്. പരസ്പരം ദർസിൽ കൊടുക്കുന്നു, കിതാബിൽ കൊടുക്കുന്നു, ഖുർആനിൽ കൊടുക്കുന്നു. ആ സ്ഥലത്തേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങും. ആ മലക്കുകൾ വന്നുകൊണ്ട് ഇവർ പൊതിഞ്ഞിട്ടുണ്ടാവും. ഇത് സഹിഹായ ഹദീസാണ്. ഇതിനെപ്പറ്റി നമുക്ക് മദീനത്ത് വരുന്ന പള്ളിയിലോട്ട് ഭയങ്കര പ്രശ്നമാണ്. ആ സ്ഥലത്ത് അവിടെ ചെയ്യൽ തെറ്റാവും, ചിലപ്പോൾ ഹറാമോ. ശരി, പിന്നെ ഒരാൾ നിസ്കരിക്കുന്ന ആൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. നീ അവനെ ബുദ്ധിമുട്ടിച്ച് നിസ്കരിക്കുന്ന തെറ്റ് കാര്യം പോലെ ഹജ്ജുൽ അസ്വദിനെ മുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂല്. എങ്ങനെ മുത്തണം? നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മുഖം വെച്ച് മുത്തണം, അല്ലെങ്കിൽ തൊട്ടിൽ മുത്തണം, അല്ലെങ്കിൽ ഒരു കടി കൊണ്ട് കടിന്റെ കൊണ്ട് മുത്തണം, അല്ലെങ്കിൽ കൈ കൊണ്ട് ഷാർട്ട് പറഞ്ഞത്. പിന്നെ വരുന്നതിന് ബുദ്ധിമുട്ടാവാൻ പാടില്ല. എല്ലാ സൗകര്യമുണ്ട്. ഒരാൾക്ക് കടി കഴിച്ച് അവിടെ എന്ത് ചെയ്യണം? മുഖം വെച്ച് മുത്തണം. ഇങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതിനുള്ള ബാലനെ ചിലതിനെ അനുഭവിച്ചതിനെ ഒഴിവാക്കൽ അത് നമ്മൾ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഇൽമിന്റെ മജ്ലിസ് എന്ന് പറയുന്ന ഈ സ്ഥലം ഒരു കൂലി എന്താണുള്ളത്? ഇഅ്തികാഫിനുള്ള കൂലി കിട്ടുന്നു. ഈ പള്ളിയിലേക്ക് വന്ന് കടക്കുമെന്ന് ഈ പള്ളിയിൽ ഞാൻ ഇഅ്തികാഫിനെ കരുതി എന്ന് പറഞ്ഞിട്ട് പള്ളിന്റെ ഉള്ളിലേക്ക് കയറിയാൽ മീറ്റർ അങ്ങനെ നടന്നോളൂ. പൈസ ഒന്നും കൊടുക്കേണ്ടി ഫ്രീ കൊടുക്കുന്നില്ല. അതുവരെ അത് ഞാൻ ആലോചിക്കുന്നില്ല. ഇതെല്ലാം ആലോചിക്കേണ്ട ഒരു സമയം നമുക്ക് വരുമ്പോഴാണ് ഞാൻ എന്താന്ന് കിട്ടുന്നത് എന്ന് ഞങ്ങൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് ഈ കിട്ടുന്ന ഈ അവസരത്തിൽ തന്നെ എത്ര ഇബാദത്ത് എടുക്കാൻ വേണ്ടി സാധിക്കുന്ന അത്തരം ഇബാദത്ത് കൊണ്ട് ശുദ്ധമാകണം. ഒന്നും വിടാൻ പാടില്ല. നമ്മൾക്ക് ആ വിഷയത്തിൽ വളരെ കുറവാണ്. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറയുന്നത്, നമ്മളെ ഇവിടുത്തെ മുഹമ്മദ് മുസ്ലിയാർ ദുബൈയിൽ ഒരു അറബി ഒരു ഫോൺ ചെയ്തു. എന്താ ഫോണിന്റെ വിഷയം? 1 കോടി രൂപ ഞാൻ അയക്കുന്നു. ഈ 1 കോടി രൂപ പള്ളിയുടെ റൂമിൽ വെച്ചിട്ട് നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും എത്തിക്കണം. എല്ലാവരും പള്ളിയിൽ എത്തി എന്ത് എണ്ണാൻ പറയണം. 1, 2, 3, 4, 5 ഇങ്ങനെ എണ്ണണം. ളുഹർ വരെയൊക്കെ എണ്ണണം. ളുഹർ നിസ്കരിക്കാൻ ബാങ്ക് കൊടുക്കുമ്പോൾ നിർത്തണം. നിർത്തിയിട്ടാകുമ്പോൾ ആരെ എണ്ണം കൂടുതലായിട്ട്
ആ കൂടുതലായ ഓരോരുത്തർക്കും ഓരോ രൂപ കൊടുക്കും. അപ്പൊ ഉച്ചാകുമ്പോഴത്തേക്ക് ഓരോരുത്തർക്കും ഒരു 10,000 എണ്ണീറ്റാണ് 10,000 രൂപ കിട്ടി. ഇങ്ങനെ എണ്ണാൻ ഉസ്താദിനോടാണ് പൈസ കൊടുത്തു നോക്കാം. അങ്ങനെ ഉസ്താദ് വന്നു ഇരുന്നിട്ട് ഇങ്ങനെയല്ല പറഞ്ഞ് ആളെ കൂട്ടിയിട്ട് തുടങ്ങി 1 2 3 ഒരൊറ്റ എണ്ണി 10 മണിയാകുമ്പോ സ്വന്തം ഭാര്യ നല്ല ചപ്പാത്തിയും പൊറോട്ടയും കറിയും എടുത്തോണ്ട് എല്ലാം വന്നിട്ട് പറഞ്ഞവനോട് തിന്നോ പോലെ തിന്നില്ല. അത് തിന്നുമ്പോൾ എനിക്ക് ഭയങ്കര നഷ്ടമുണ്ട്, ഭയങ്കര പ്രശ്നമായി പോകും. അതുകൊണ്ട് വായി പോയിക്കൊണ്ട് അറിയില്ല, ഒന്ന് പറഞ്ഞു എന്തത് ഓരോരോ കുക്ക് കിട്ടുന്നുണ്ട് ഉറപ്പായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ സമയത്ത് കിട്ടുന്നത്ര ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നോക്കണം. എന്തെല്ലാം കച്ചവടമാക്കിയിട്ട് ഒരു കച്ചവടമാക്കുന്നതിനടുത്ത് പിന്നൊന്നാക്കുന്നതിനടുത്ത് ഫോൺ ഇങ്ങനെ ഉണ്ടാക്കുന്നില്ലേ? ഇതൊന്നും ഈ ദുനിയാവിലേക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് ഏതൊരു ദുനിയാവ് കൊണ്ട് വരാൻ വേണ്ടി ആ ദുനിയാവിലേക്ക് തയ്യാറാക്കണം. നിങ്ങൾക്ക് പഴയ ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. ഈ വെള്ളരിക്കുന്ന വരില്ലേ, വെള്ളരി, അതിന്റെ പഴയ കാലത്ത് നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല വിഷയം. ആ കാലത്ത് ഈ പെണ്ണുങ്ങളെന്താക്കും ഈ വെള്ളി തിന്നെ 2 കുളപ്പായി മുറിച്ചാൽ ഇത് വിത്തിലിങ്ങനെ എടുത്തിട്ട് എറിയില്ല. പിന്നെന്താക്കും ഇങ്ങനെ എടുത്തിട്ട് മതിലേക്ക് ഇങ്ങനെ പറ്റിച്ചു വെക്കും. പണ്ട് ഇപ്പോഴൊന്നുമില്ല, വേറെ സൗകര്യം ഉണ്ടായിരുന്നു. എന്താവശ്യത്തിന് വേണ്ടി ഇങ്ങനെ പറ്റിച്ചു വെക്കുന്നത്? അതങ്ങനെ ഉണങ്ങിയിട്ട് നല്ല മഴ വന്നിട്ട് ഇപ്പോഴത്തെ മഴ നല്ല പണ്ട് ആ മഴ വരുമ്പോൾ തണുപ്പ് കുടിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ എടുത്തിട്ട് നിൽക്കുന്നു. ഇപ്പൊ എല്ലാവർക്കും ഇങ്ങനെ കിട്ടുന്നില്ല അവരുടെ തണുപ്പ്. അപ്പൊ അതിന്റെ ഉദ്ദേശം ഈ സാധനം കൂടി ഞാൻ അറിയില്ല, അതിന്റെ അടുത്തൊരു അവസരം വേണ്ടി വരും, മഴക്കാലത്ത് തണുപ്പ് കുടിക്കുമ്പോൾ തിന്നാൻ വേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അതിനും കൂടി സൂക്ഷിക്കുന്നു ഈ ദുനിയാവിലേക്ക് വേണ്ടി. അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്നത് ദുനിയാവ് എന്ന് പറഞ്ഞാൽ ആഖിറത്തിലേക്കുള്ള കൃഷിസ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് ഇവിടുന്ന് തയ്യാറ് ചെയ്യണം. നമ്മളോ ഇവിടുന്ന് തയ്യാറ് ചെയ്യേണ്ടത് നിൽക്കുന്നത്. ഇതാണ് നമ്മൾക്ക് എളിമന്റെ മര്യാദയിലിരുന്ന് ഒരു 5 10 15 മിനിറ്റ് ഇങ്ങനെ എന്തെങ്കിലും പ്രസംഗം കേട്ട് അതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാള് നിന്നെ കൊണ്ട് നന്നായ ഒറ്റ ഒരാൾ പറയാൻ അത് ഇത് ആരോടാണ് പറഞ്ഞത്? മഹാനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനെ വിളിച്ചു പറഞ്ഞു, നീ പോയിപ്പോ യമനിലേക്ക് പോയിട്ട് ആ നാട്ടുകാർക്ക് വഅദ് പറഞ്ഞു കൊടുക്ക്. എന്നാ പിന്നെ ഞാൻ ഉമ്മാനോട് അന്വേഷിക്കട്ടെ. ഉമ്മാനോട് പോയിട്ട് ഉമ്മ പറഞ്ഞു, മോനെ നീ യമനിലേക്കൊന്നും പോണ്ട, നീ അല്ലാഹുവിന്റെ റസൂലിനെ മുഖം നോക്കിയിട്ട് മദീനയിൽ. അങ്ങനെ പറഞ്ഞിട്ട് റസൂലിനോട് പറഞ്ഞു. ഉമ്മ പറഞ്ഞു അവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു വേണ്ട. അപ്പൊ റസൂൽ പറയുന്നത് നിന്നെ കൊണ്ട് ഒരു പുരുഷൻ അല്ലാഹു നന്നാക്കിയാൽ ദുനിയാവിനേക്കാളും ആ ദുനിയാവിലുള്ള ഒന്നിനേക്കാളും അതെന്തെന്ന് ഉമ്മ പറഞ്ഞത്, നീ റസൂലുള്ളാഹിന്റെ മുഖം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ആ റസൂലുള്ളാഹിന്റെ മുഖത്തിനെ നോക്കുന്നതിനേക്കാളും ഖൈറാണ്. ഇതാണ് റസൂൽ പറഞ്ഞത്. അപ്പൊ ഒരാൾ ഹിദായത്താവല്, ഒരാൾ നന്നാവല്, ഒരുത്തന്റെ നിസ്കാരം ശരിയാവലിന്റെ കാരണം കൊണ്ട് അത് ദുനിയാവും. അപ്പോൾ നിങ്ങളുടെ ഇങ്ങനെ പ്രസംഗം കേൾക്കുന്നു, പോയിട്ട് സ്വന്തം ഭാര്യയോട് പറഞ്ഞു, ഉസ്താദ് ഇങ്ങനൊന്നും പറഞ്ഞിട്ടുണ്ട്, അതിനവിടെ അങ്ങനെ ചെയ്താലോ അത് ഷെയർ മാർക്കറ്റാണ് അതുകൊണ്ട് എല്ലാ ഓരോരുത്തരും എന്റെ നഫ്സോട് ഞാൻ വസിയ്യത്ത് ചെയ്യുന്നത്, കഴിയുന്നതും ഇൽമിന്റെ മജ്‌ലിസിൽ വന്നിരിക്കുക, പള്ളിയിലേക്ക് എഴുതിക്കാപ്പിന്റെ കൂലി കിട്ടും. ഇതുകൊണ്ട് മറ്റൊരാളിന് പഠിപ്പിച്ചു കൊടുത്താൽ അതിന്റെ പ്രതിഫലം കിട്ടും. അതുമല്ലാണ്ട് റമദാൻ മാസമാണെങ്കിൽ റമദാൻ മാസത്തിൽ ഒന്നിലേക്ക് പെരുത്ത് പ്രതിഫലം കിട്ടുന്ന നമ്മുടെ റമദാൻ മാസത്തിലും എല്ലാ സമയത്തും ഇബാദത്ത് എടുക്കാനുള്ള തൗഫീഖും ആഫിയത്തും